അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് വല്ലാഖിബതു ലിൽ മുത്തഖീൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതി സന്തോഷിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ദിവസത്തിൻ്റെയും ഈ മാസത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങൾ, പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ രഹസ്യവും പരസ്യവുമായ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അതുപോലെ പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് പലരും. അവിടെയൊക്കെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫാവ് നൽകുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതീ യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകൾ അല്ലാഹു നൽകുമാറാവട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട മറ്റൊരു ഇസ്മാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു യാ വഹാബ്, യാ റസാഖ്, യാ അള്ളാഹ് എന്ന ഇസ്മിൻ്റെ മഹത്വങ്ങളാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട മറ്റൊരു രണ്ട് ഇസ്മുകളാണ് യാ ഫത്താഹു യാ അള്ളാഹ്, യാ സത്താറു യാ അള്ളാഹ്. യാ ഫത്താഹു യാ അള്ളാഹ്, ഇത് എന്തിനു വേണ്ടി ചെല്ലാം, എന്തിനൊക്കെ ഉപകാരപ്രദമാണ്, ഇത് എപ്പോൾ ചെല്ലണം എന്നൊക്കെയാണ് പറയുന്നത്. ഈ വീഡിയോസ് അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോസ് ആദ്യമായി കാണുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന്, ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇത് ചൊല്ലുന്നവരുടെയൊക്കെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. യാ ഫത്താഹു യാ അള്ളാഹ്, ജീവിത വിജയം കൈവരിക്കുന്നവൻ, എല്ലാ പ്രയാസങ്ങളും മാറാൻ ഈ ഇസ്മിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ജീവിത വിജയം കൈവരിക്കാം. അതായത് 489 പ്രാവശ്യം യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് ഒരു മനുഷ്യൻ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ തടസ്സങ്ങൾ നീങ്ങുവാൻ ഇത് എളുപ്പമാണ്. ഇതിൻ്റെ യാ ഫത്താഹ്, തടസ്സങ്ങൾ നീക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ വഴികൾ തുറക്കപ്പെടുന്നു. നമ്മുടെ അടഞ്ഞ വഴികൾ, നമ്മളൊരു എന്തിനെങ്കിലും ഇറങ്ങിയ തടസ്സങ്ങളുണ്ടാവും ചില ആളുകൾക്ക്. അതിൽ നിന്നൊക്കെ ഒരു മോചനം, ഒരു തുറവടി ഉണ്ടാകും ഈ ഇസ്മു ചൊല്ലുന്നതിലൂടെ എന്നാണ് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യാ ഫത്താഹു യാ അള്ളാഹ്, ജീവിതത്തിൽ ബിസിനസ്, ജോലി, വിവാഹം, പഠനം എന്നിവയിൽ നേരിടുന്ന വലിയ തടസ്സങ്ങളിൽ നിന്ന് ഈ ഇസ്മു ചൊല്ലുന്നതിലൂടെ ഇത് സഹായകമാകും. അതുപോലെ ആത്മീയ ഉണർവ്, ഹൃദയത്തിലെ സംശയങ്ങളും അജ്ഞതകളും നീക്കി ദൈവവിശ്വാസത്തിലേക്ക് വഴി നടത്തുന്നു. മറ്റൊന്ന്, വിജയവും പുരോഗതിയും കഠിനമായ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും അപ്രതീക്ഷിതമായ വിജയവും ദൈവാനുഗ്രഹവും ലഭിക്കുന്നു. ഒന്ന്, ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ജോലി, ബിസിനസ്, വിവാഹം, പഠനം എന്നിവയിൽ നേരിടുന്ന വലിയ തടസ്സങ്ങൾ, അത് നീങ്ങാൻ ഈ ഇസ്മു നിങ്ങളെ സഹായിക്കും. ഇത് ചൊല്ലുന്നതിലൂടെ ആ തുറവടി ഉണ്ടാകുമെന്ന്, വഴികൾ തുറന്നു കിട്ടുമെന്ന് മഹാന്മാർ നമുക്ക് പഠിച്ചു. അതുപോലെ ആത്മീയ ഉണർവ്, ഹൃദയത്തിലെ സംശയങ്ങളും അജ്ഞതകളും നീക്കി ദൈവവിശ്വാസത്തിലേക്കുള്ള വഴി അല്ലാഹു തുറന്നു തരും. അതുപോലെ വിജയവും പുരോഗതിയും കഠിനമായ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും അപ്രതീക്ഷിതമായ വിജയം അല്ലാഹു അവനിക്ക് നൽകുന്നുണ്ട്. അതുപോലെ യാ സത്താറു യാ അള്ളാഹ്, കുറവുകൾ മറക്കുന്നവൻ, പാപമോചനം, ആശ്വാസവും
നമ്മുടെ ദോഷങ്ങളെയും തെറ്റുകളെയും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് ആത്മീയമായ സുരക്ഷിതത്വം നൽകുന്നു. നമ്മളുടെ തെറ്റുകളും എല്ലാം അള്ളാഹു മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ആത്മീയമായ സുരക്ഷിതത്വം നമുക്ക് നൽകുന്നു. 2. മനസ്സമാധാനം. ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള ഭയവും ആശങ്കയും അകറ്റി മനസ്സിന് ശാന്തി നൽകാൻ ഈ നാമം പ്രയോജനപ്പെടും. അതുപോലെ മാനം കാക്കാൻ, നമ്മളുടെ മാനം കാക്കപ്പെടുന്നു. ഇഹലോകത്തിലും പരലോകത്തിലും വിശ്വാസിയുടെ അന്തസ്സും മാനവും കാത്തു സൂക്ഷിക്കുവാൻ ഈ പ്രാർത്ഥന ഉപകാരപ്രദമാണ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മളുടെ മാനം, അന്തസ് ഇത് കാക്കപ്പെടുവാൻ ഇഹലോകത്തിലും പരലോകത്തിലും വെച്ച് വിശ്വാസിയുടെ അന്തസ്സും മാനവും കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ഈ ഇസ്മിനെ നമുക്ക് ഉപകാരപ്രദമാണ്. ഇത് ചൊല്ലുന്നതിലൂടെ ഇതിന് സഹായകമാകും. അതുപോലെ ഈ 2 ഇസ്മുകൾ ചൊല്ലുന്നതിന് ഒരുപാട് ചൊല്ലേണ്ട ഉത്തമമായ സമയങ്ങളുണ്ട്. ഇത് ഏതെല്ലാം സമയത്താണ് ചൊല്ലേണ്ടത്? സുബഹി നിസ്കാരത്തിന് ശേഷം ഇത് ചൊല്ലാം. അതുപോലെ ഇശാ നമസ്കാരത്തിന് ശേഷവും ഇത് ചൊല്ലാം. അതുപോലെ തഹജ്ജുദിൻ്റെ സമയത്ത് അർദ്ധരാത്രിക്ക് ശേഷവും ഇത് ചൊല്ലാം. യാ ഫത്താഹു എന്ന് 489 പ്രാവശ്യവും 111 പ്രാവശ്യവും ഈ ഇസ്മിനെ ചൊല്ലാം. യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് മാത്രം ഒരു മനുഷ്യൻ ചൊല്ലുകയാണെങ്കിൽ 489 പ്രാവശ്യം, അതല്ലെങ്കിൽ 111 പ്രാവശ്യം. അതുപോലെ ആവശ്യങ്ങൾ വേഗത്തിൽ സ്വീകരിക്കാൻ യാ സത്താറു യാ അല്ലാഹ് 101 പ്രാവശ്യവും 313 പ്രാവശ്യവും ഈ ഇസ്മുകൾ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ ഈ 2 ഇസ്മുകൾ യാ ഫത്താഹു യാ സത്താറു യാ അല്ലാഹ് എന്ന് ഒരുമിച്ച് ചൊല്ലുകയാണെങ്കിൽ 100 പ്രാവശ്യവും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അവൻ പൂർത്തിയാക്കി തരുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, രേഖപ്പെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ പൊതുവായ ആത്മീയ ഗുണങ്ങൾ: ദൈവത്തോടുള്ള അടുപ്പം, അള്ളാഹുവിനോടുള്ള അടുപ്പം. നിരന്തരം ഈ നാമങ്ങൾ ഉരുവിടുന്നത് ദിക്ർ അള്ളാഹുമായുള്ള ബന്ധം ആയമുള്ളതാക്കുന്നു. മറ്റൊന്ന് പ്രതീക്ഷയും. ഏത് ഇരുണ്ട സാഹചര്യത്തിലും ഉള്ള മാനസിക കരുത്ത് ഇത് നൽകുന്നു. അതുപോലെ ഹൃദയശുദ്ധി, അസൂയ, അഹങ്കാരം തുടങ്ങിയ തിന്മകളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. അതുപോലെ ഈ ഇസ്മുകളൊക്കെ ചൊല്ലുന്നതിൻ്റെ മുമ്പ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 3 സ്വലാത്ത് ചുരുങ്ങിയത് നമ്മൾ ചൊല്ലണം. ഇതിൻ്റെ ആദ്യവും അവസാനവും 3 സ്വലാത്ത് നമുക്കറിയാവുന്ന 3 സ്വലാത്തുകൾ എന്താണ്? ഹബീബിൻ്റെ മേലിൽ ആദ്യവും അവസാനവും നമ്മൾ ചൊല്ലണം. ആരംഭത്തിലും അവസാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ 3 പ്രാവശ്യം ചുരുങ്ങിയത് 3 സ്വലാത്ത് ചൊല്ലണം. ഖിബിലക്ക് മുന്നിട്ടിരിക്കണം. അതുപോലെ ശുദ്ധി വേണം. ഉളൂവോടുകൂടി ഖിബിലക്ക് അഭിമുഖമായിരുന്ന് ചൊല്ലുന്നത് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറയപ്പെട്ട ദിക്റുകളൊക്കെ ഇസ്മുകൾ നമ്മൾ ഉളൂ ഉണ്ടാക്കി ശുദ്ധിയോടുകൂടി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഖിബിലക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഈ ഇസ്മുകൾ നമുക്ക് ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ ഇത് പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തീർത്ത് റാഹത്ത് നൽകുമാറാവട്ടെ. നമ്മൾ
ഏതെല്ലാം പ്രതിസന്ധികളിലൂടെയാണോ കടന്നു പോകുന്നതെങ്കിൽ ആ പ്രതിസന്ധികളൊക്കെ അള്ളാഹു മാറ്റി നമുക്ക് സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതുപോലെ ഇത് എന്നും നമ്മൾ വീഡിയോസ് ചെയ്യാറില്ല, ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ അറിയുന്ന അറിവ്, കാണുന്ന നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ ഇത് സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.